നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പില കട്ടിയാണ്. ഈ കറിവേപ്പില കട്ടി എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പൊടിയാണ്. ആദ്യം കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി കുറച്ച് പറയാം. എല്ലാ ദിവസവും രാവിലെ കറിവേപ്പില കഴിക്കുന്നത് ബാഡ് കൊളസ്ട്രോൾ, ഡയബറ്റിക്സ്, ഒബേസിറ്റി എന്നിവയെ നിയന്ത്രിക്കാൻ സഹായിക്കും. വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണിത്. ദഹന പ്രശ്നത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. ആഹാരത്തിലെ വിഷാംശം കുറയ്ക്കാൻ ഇത് സഹായിക്കും. കറികളിലിട്ടിട്ട് പിന്നെ ആ കറിവേപ്പില എടുത്ത് കളയുന്ന ശീലമാണ് പലർക്കും. ഈ കറിവേപ്പില കൊണ്ട് തന്നെ ഒരു ഭക്ഷണവസ്തു ഉണ്ടാക്കിയാലോ? അപ്പോൾ കറിവേപ്പില കട്ടി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിവേപ്പില അടർത്തിയിട്ട് മാർക്കറ്റിലെ ആണെങ്കിൽ കഴുകി വെള്ളമയം മുഴുവൻ കളഞ്ഞ് ഈ വെള്ളമയം കളയാനായിട്ട് ഒരു തുണിയിൽ വിരിച്ചിട്ടാൽ മതി. അങ്ങനെ വൃത്തിയാക്കി ഒരു പ്ലേറ്റിലെടുത്ത് വയ്ക്കുക. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ മതി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ അയമോദകം, 3 പിരിയൻ മുളക്, 1 സ്പൂൺ കുരുമുളക്, കായത്തിൻ്റെ 2 ചെറിയ കഷ്ണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഏറ്റവും നല്ലത്, പിന്നെ ഒരു ചെറിയ ഉരുള വാളൻപുളി, 2 സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയുമാണ് വേണ്ടത്. ഒരു ഉരുളി സ്റ്റവിൽ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഓരോന്നോരോന്നായി കടലപ്പരിപ്പ്, അത് കഴിഞ്ഞ് ഉഴുന്ന്, പിന്നെ കുരുമുളക്, പിന്നെ മുളക്, ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്തതിന് ശേഷം ജീരകവും പിന്നെ അവസാനം അയമോദകവും ചേർക്കുക. എല്ലാം കൂടെ വറുത്ത് കോരിയെടുക്കുക. ബാക്കിയുള്ള എണ്ണയിലേക്ക് കായക്കട്ട ചേർക്കുക. ഈ കായക്കട്ടയും ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൊരിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഈ ഉരുളിയിലേക്ക് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ ഇല കയ്യിലെടുത്താൽ പൊടിയുന്ന പാകത്തിലാകണം. ഇല കരിയാതെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കണം. അതും ഉരുളിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ വാളൻപുളി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഈ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും കൂടി ഒന്നിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുക. നല്ല നൈസ് പൊടി ആക്കണ്ട, ചെറിയ തരിതരിപ്പ് വേണം. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും എരിവും നിങ്ങളുടെ സ്വാദിനനുസരിച്ച് ചേർക്കുക. സ്വാദിഷ്ടമായ കറിവേപ്പില കട്ടി തയ്യാറായി കഴിഞ്ഞു. ഇത് ഒരു കുപ്പിയിലാക്കി 1-2 മാസത്തോളം സൂക്ഷിച്ചു വയ്ക്കാം. ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മോര് കാച്ചുമ്പോൾ ഈ പൊടി കുറച്ച് ചേർത്താൽ നല്ലതായിരിക്കും. വായ്ക്ക് അരുചിയൊക്കെ ഉള്ളപ്പോൾ രുചി കൂട്ടാനായിട്ട് നല്ലൊരു കൂട്ടാണ് ഈ കറിവേപ്പില കട്ടി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നന്ദി.